കഴിഞ്ഞ വെള്ളിയാഴ്ച 7:30 ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരാതിയുമായിട്ട് ചെല്ലുന്നത്. മൊബൈൽ മോഷണം പോയി. എൻ്റെ ഓഫീസിലെ തന്നെ ഒരു സ്റ്റാഫിൻ്റെ മൊബൈലാണ് പോയത്. നമ്മൾ പരാതി കൊടുത്തു. അപ്പോൾ ഒരു മിസ്സിംഗ് കേസായിട്ട് അവർ അതവിടെ രജിസ്റ്റർ ചെയ്തു. പിന്നെ നമ്മളുടെ അടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ, ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിലാണ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അവർ ആരെങ്കിലും സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിട്ടു. അപ്പോൾ 5:35 ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ഫോൺ മോഷണം പോയത്. പിറ്റേ ദിവസം നമ്മൾ ആദ്യം തന്നെ ആ കയറിയ ബസ്സിലെ CCTV നോക്കി. അപ്പോൾ CCTV നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ ലേഡീസ് കയറുന്ന ആ ഭാഗത്ത് വരികയും അവിടെ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നൊരു ചെറിയൊരു വിഷ്വൽ കിട്ടി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബേക്കറിയിലത്തെ CCTV നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഹോട്ടലിൻ്റെ ആ CCTV നോക്കുന്നൊരു മാനേജർ പറയാണ് ഈ സെയിം സ്പോട്ടിൽ നിന്ന് നിരവധി ഫോണുകളാണ് മോഷണം പോയിരിക്കുന്നത്. എല്ലാ ദിവസവും ഇതുപോലെ ആളുകൾ വരുന്നുണ്ട്, CCTV എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്ഥിരം കുറ്റവാളിയാണെന്നും മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി. അതിനുശേഷം ഇവിടുത്തെ പല ഏരിയയിലെ CCTV കാര്യങ്ങളെല്ലാം നോക്കി ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള പോലീസുകാർക്ക് നമ്മൾ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നത്. പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം അങ്കമാലി പോലീസിന് കൈമാറുകയായിരുന്നു. പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരാളല്ല, ഇതുപോലെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന നിരവധി തരത്തിലുള്ള മോഷ്ടാക്കൾ നമ്മളുടെ അങ്കമാലി, ആലുവ, കാലടി പരിസരത്തായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പെൺകുട്ടികളെയാണ്. അതായത് ഒരു 20 വയസ്സിനും 25 വയസ്സിനൊക്കെ പ്രായമുള്ള പെൺകുട്ടികളെ ട്രേസ് ചെയ്തിട്ട് ഫോണും അതേപോലെ മാല അങ്ങനെയുള്ള ചെറിയ ചെറിയ പിറ്റ് പോക്കറ്റിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. അതിൻ്റെ 2-3 കാരണങ്ങളുണ്ട്. പെൺകുട്ടികൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ മടിക്കും. ഇനി അത് പിടിച്ചാൽ തന്നെ അത് കേസുമായിട്ട് അവർക്ക് കോടതികളിൽ കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പരാതികളായിട്ട് മുന്നില്ല. ആ ഒരു സാഹചര്യവും മറ്റു പല സാഹചര്യവും കൊണ്ട് പെൺകുട്ടികളാണ് ഇതിന് കൂടുതൽ ഇരയാവുന്നത്. അപ്പോൾ ഇതിന് നമ്മളുടെ പോലീസ്, നമ്മുടെ ഇപ്പോൾ അങ്കമാലി പോലീസ് ആണെങ്കിലും പെരുമ്പാവൂർ പോലീസ് ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ഉന്നത തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ ചെറിയൊരു പിറ്റ് പോക്കറ്റിംഗ് കേസായിട്ട് മാത്രമാണ് ഇതിനെ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ടോ? മൊബൈൽ ഇതുവരെ റിക്കവർ ചെയ്യാനായിട്ട് പോലീസിന് പറ്റിയിട്ടില്ല. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പ്രതി ഒരു മാനസിക അസ്വസ്ഥത പോലെ അല്ലെങ്കിൽ ഒരു അഡിക്റ്റഡ് ആയി, കഞ്ചാവോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിക്റ്റഡ് ആയ പോലെയാണ് പെരുമാറുന്നത്. മേ ബി ഇതൊരു ആക്ടിങ് ആയിരിക്കാം. ഇനി പ്രതിയെ നമുക്ക് റിമാൻഡിൽ കസ്റ്റഡി വാങ്ങിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. ഇനി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയില്ലെങ്കിലും മൊബൈൽ കണ്ടെത്താനുള്ള വഴികൾ പോലീസിനുണ്ട്. പക്ഷേ അതിന് വേണ്ടിയുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉന്നത തലങ്ങളിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പോലീസിന് വരുന്നില്ല. കാര്യം ഒരു ചെറിയ ഒരു ലാഘവത്തോടു കൂടിയാണ് പോലീസിനെ കണക്കാക്കുന്നത്. ഇന്ന് മൊബൈൽ മോഷ്ടിച്ചു, നാളെ മാല മോഷ്ടിക്കും, പിന്നീട് ചിലപ്പോൾ കഴുത്തിൽ കത്തി വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്രൈമിൻ്റെ ഇത് പോകുന്നത്. നമുക്ക് ആ CCTV വിഷ്വലിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളി സ്ത്രീകൾ കയറുന്ന ഭാഗത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ബസ്സിൽ കയറുന്നതിൻ്റെ ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ ബാഗിൽ എന്തെങ്കിലും തട്ടുന്നതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ ഒരു തക്കം മുതലെടുത്താണ് ബാഗിൽ നിന്നും ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ പുറത്തേക്ക് വലിച്ചെടുത്ത് അവിടെ നിന്ന് സ്ഥലമിടുന്നത്.